എല്ലാവർക്കും ട്രിഗ്നോമെട്രിയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ എടുത്തത് ട്രിഗ്നോമെട്രിയുടെ അതായത് ആംഗിൾസ് എടുത്തിട്ടുണ്ട്, ഡിഗ്രി മെഷർ ആൻഡ് റേഡിയൻ മെഷർ, അതിൻ്റെ പ്രോബ്ലംസ് എന്താണ്, ഡിഗ്രി എന്താണ്, റേഡിയൻ, അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ്. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് മുഴുവനായിട്ട് നമുക്ക് പഠിക്കണം. എന്താണ് സൈൻ, എന്താണ് കോസ്, ഇതിൻ്റെ ഡയഗ്രാം, ഇതിൻ്റെ ഡൊമൈൻ, ഇതിൻ്റെ റേഞ്ച്, ഇനി ഇതിൻ്റെ വാല്യൂസ് എന്താണ്, സൈൻ 0 എന്താണ്, കോസ് 0 എന്താണ്, കോസ് 90, ഇതൊക്കെ നമുക്കിനി പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിയുടെ കാര്യംസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ ഡിഫൈൻഡ് ചെയ്യുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഡിഫൈൻഡ് ചെയ്യുന്നത് ഞാനൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നു, മട്ടത്രികോണം വരയ്ക്കുന്നു, എ ബി സി, ട്രയാങ്കിൾ എ ബി സി. ദെൻ ഇവിടെ ഈ ആംഗിൾ എക്സ് ആണ്, ആംഗിൾ എക്സ് ആണ്. ഈ എക്സിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന് പറയാം ഓപ്പോസിറ്റ് സൈഡ് എന്നാണ് പറയാ. ഇതെന്താണ്, അടുത്തുള്ള സൈഡ് അല്ലെങ്കിൽ സമീപവശം അല്ലെങ്കിൽ അഡ്ജസെന്റ് സൈഡാണിത്. ഇതെന്താണ്, കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് ആണ് പറയാ, ഹൈപ്പോട്ടനസ്. ഓക്കെ, അങ്ങനെയാണ് സൈൻ എക്സ് എന്തായിരുന്നു, സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് എന്താണ്, ബി സി ബൈ എ സി. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചത്, സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അങ്ങനെയാണ് കോസ് എക്സ് എന്താണ്, കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടനസ്. അതായത് അഡ്ജസെന്റ് സൈഡ് എന്താണ്, എ ബി ഡിവൈഡഡ് ബൈ എ സി. ഇനി അടുത്തത് ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. എന്താണ് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്, എന്താണ് ഓപ്പോസിറ്റ്, ബി സി ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് എ ബി ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, അടുത്തത് എന്തായിരുന്നു, കൊസീക് എക്സ്. കൊസീക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ സൈൻ എക്സ് ആണ്. എന്താണ് കൊസീക് എക്സ്, എന്താണ് 1 ബൈ സൈൻ എക്സ് ആണ്. അതായത് ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്, അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് സൈൻ എക്സ്, വിൽക്രമം, സൈൻ എക്സിന്റെ വിൽക്രമം. ഇതാണ് റെസിപ്രോക്കൽ ഓഫ് സൈൻ എക്സ് ഈസ് കോൾഡ് കൊസീക് എക്സ്, കൊസീക് എക്സ്. 1 ബൈ സൈൻ എക്സ് ഓർ എ സി ബൈ ബി സി. ഇനി അടുത്തതാണ് സീക്ക് എക്സ്. സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ കോസ് എക്സ് ആണ്. സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 ബൈ കോസ് എക്സ് ആണ്. ക്ലിയർ ആണല്ലോ, സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് എക്സ്. റെസിപ്രോക്കൽ ഓഫ് കോസ് എക്സ് ഈസ് കോൾഡ് സീക്ക് എക്സ്. ക്ലിയർ ആണല്ലോ, അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് സീക്ക് എക്സ് എന്താണ്, കോസ് എക്സ് ആണ്. ഓക്കെ, 1 ബൈ കോസ് എക്സ് ഈക്വൽ ടു എ സി ബൈ എ ബി. ദെൻ ലാസ്റ്റ് എന്താണ്, കോട്ട് എക്സ്. അടുത്തത് എന്താണ്, കോട്ട്. കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ടാൻ ആണ്, ടാൻ എക്സ് ഈക്വൽ ടു എന്താണ്, എ ബി ബൈ ബി സി. തിരിച്ചിടുക. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ അടുത്തൊരു കാര്യം പറയുന്നത്, ഞാൻ സൈൻ എക്സിനെ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, സൈൻ എക്സിനെ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ സൈൻ എക്സ് എന്താണ്, സൈൻ എക്സ്, സൈൻ എക്സ് ഇവിടെ ബി സി ബൈ എ സി ആണ്. കോസ് എക്സ് എന്താണ്, സൈൻ എക്സ് ബൈ കോസ് എക്സ്, എ ബി ബൈ എ സി. അപ്പൊ നമുക്ക് എ സി കട്ട് ചെയ്ത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ബി സി ബൈ എ ബി എന്ന് കിട്ടി. ബി സി ബൈ എ ബി, ബി സി ബൈ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എക്സ് ആണ്. അപ്പൊ നമ്മളൊരു കാര്യം പഠിച്ച്, സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഈക്വൽ ടു എന്താണ്, sin x divided by cos x equal to tan x. Clear ആണല്ലോ? sin x divided by cos x
ഈക്വൽ ടു ടാൻ എക്സ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഞാൻ എടുത്തു തരുന്നുണ്ട്. കേട്ടോളൂ, ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്. ഓക്കെ, നമുക്ക് നോക്കാം. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്. ഈ സൈനക്സിനെ സൈനക്സ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈനക്സ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ സൈനക്സ് ഹോൾ സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സൈനക്സ് ഹോൾ ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ക്യൂബ് എക്സ്. ഇങ്ങനെയാണ് വായിക്കോട്ടാ. സൈനക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൈൻ സ്ക്വയർ എക്സ്. സൈൻ എക്സ് ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ ക്യൂബ് എക്സ്. സൈൻ എക്സ് ഓൾ റേസ് ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൈൻ റേസ് ടു 4x. ഓക്കെ, ഇതാണ്. ഇനി നമുക്ക് നോക്കാം. ഇനി ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഇത് നിങ്ങൾക്ക് ഒരുപാട് തരത്തിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഒന്നാമത് ചെയ്യുന്നത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണെന്ന് ഞാൻ നോക്കുന്നു. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഇവിടെ സൈൻ എക്സ് എന്താണ്, സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി ബൈ എ സി ആണ്. അപ്പോൾ ബി സി സ്ക്വയർ ബൈ എ സി സ്ക്വയർ ആണ് ഈക്വൽ ടു പ്ലസ്. ഇനി കോസ് എക്സ് എന്താണ്, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എ ബി ബൈ എ സി ആണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എ ബി ബൈ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സി സ്ക്വയർ ആണ്. അടിയിൽ കോമൺ ആയിട്ടുള്ളത് എ സി സ്ക്വയർ ഉണ്ട്. അപ്പോൾ എ സി സ്ക്വയർ മുകളിൽ എന്താണ്, എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എന്താണ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇത് പൈതഗോറസ് തിയറി ആണ്. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ ആണ്. എ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സി സ്ക്വയർ. അതായത് എന്ത് കിട്ടി, 1 കിട്ടി. അതായത് നമുക്ക് കിട്ടിയത് എന്താണ്, റിസൾട്ട് എന്താണ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഒന്നാമത്തെ റിസൾട്ട് എന്താണ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ഞാൻ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ചെയ്യുന്നു. 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് എന്തായിരുന്നു, ടാൻ സ്ക്വയർ എക്സ് എന്തായിരുന്നു, ടാൻ എക്സ് എന്താണ്, ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി ബൈ എ ബി ആണ് ടാൻ എക്സ്. അപ്പോൾ ബി സി സ്ക്വയർ ബൈ എ ബി സ്ക്വയർ. ഓക്കെ, ബി സി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇത് ബി സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബി സ്ക്വയർ. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബി സ്ക്വയർ. എന്താണ് എ സി ബൈ ബി സി, എ സി ബൈ എ ബി, എ സി ബൈ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ബൈ ബി സി, എ ബി ബൈ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ആണ്. എ ബി ബൈ എ സി എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. എ സി ബൈ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സീക്ക് എക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സീക്ക് സ്ക്വയർ എക്സ്. അപ്പൊ നമുക്ക് അടുത്ത റിസൾട്ട് കിട്ടി 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താണ്, സീക്ക് സ്ക്വയർ എക്സ് എന്ന് കിട്ടി. എന്താണ്, 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. ക്ലിയർ ആണോ? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നു 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ്. നമുക്ക് നോക്കാം. 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് എന്താണ്, കോട്ട് ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി ബൈ എ ബി ആണ്. അങ്ങനെയാണ് കോട്ടെക്സ് എന്താണ്, എ ബി ബൈ ബി സി ആണ്. കോട്ടെക്സ് എന്താണ്, എ ബി ബൈ ബി സി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സി സ്ക്വയർ ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു ബി സി സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ബി സി സ്ക്വയർ. ഇനി ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ നിങ്ങൾക്കറിയാം, ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സി സ്ക്വയർ. ഇനി എ സി ഡിവൈഡഡ് ബൈ ബി സി. നിങ്ങൾക്ക് സൈൻ എക്സ് അറിയാം, ബി സി ബൈ എ സി ആണ്. അങ്ങനെയാണ് കൊസീക് എക്സ് എന്താണ്, കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ എ സി ബൈ എ ബി ആണ്, എ സി ബൈ ബി സി ആണ്. സോറി, കൊസീക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. കൊസീക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി
കൊസീക് എക്സ് ഈക്വൽ ടു AC/BC ആണ്. അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടി? കൊസീക് സ്ക്വയർ എക്സ്. അതായത് നമുക്ക് കിട്ടിയത് 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ്. ഓക്കെ, ഇപ്പൊ നമുക്ക് 3 റിസൾട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ റിസൾട്ട് ഞാൻ ഒന്നുകൂടി എഴുതിയെടുക്കുന്നത്. ഇതൊക്കെ ഞാൻ മയക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ രീതിയിലാണ് പ്രൂഫ് ഇത് തെളിയിച്ചത്. ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇതിന്റെ പ്രൂഫ് എന്താണ്? ഇവിടെ പ്രൂഫ് അതായത് നമുക്ക് കിട്ടിയത് എന്താണ്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ അടുത്തത് എന്താണ്? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ റിസൾട്ട് എന്താണ്? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ്. മൂന്നാമത്തെ റിസൾട്ട് 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ്. 3 ഇമ്പോർട്ടന്റ് റിസൾട്ടാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഒന്നാമത്തെ റിസൾട്ട് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. രണ്ടാമത്തെ റിസൾട്ട് 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ്. മൂന്നാമത്തെ റിസൾട്ട് 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേറെയും ഇക്വേഷൻ ഫോം ചെയ്യാം. അതായത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്താണ്? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് ആണ്. ഇതാ 1 മൈനസ്, അല്ലെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്താണ്? കോസ് സ്ക്വയർ എക്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് സൈൻ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റൂ? റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ കോസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റൂ? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതായത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് ആണ്. അതേപോലെ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താണ്? കോസ് സ്ക്വയർ എക്സ്. അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. കോസ് എക്സ് ഈക്വൽ ടു എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പൊ നമ്മൾ വീണ്ടും ഒരു റിസൾട്ട് പഠിച്ച് സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണ്. കോസ് എക്സ് ഈക്വൽ ടു എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. ഇതൊക്കെ ഇതിൽ നിന്ന് ഫോം ചെയ്തതാണ്. ഇനി അടുത്തത് എഴുതുന്നത് എന്താണ്? സീക് സ്ക്വയർ എക്സ് മൈനസ് സീക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈക്വൽ ടു എന്താണ്? സോറി, സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ, അല്ലെങ്കിൽ സീക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈക്വൽ ടു എന്താണ്? ടാൻ സ്ക്വയർ എക്സ് ആണ്. എന്താണ്? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ്. സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ഓർ സീക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈക്വൽ ടു ടാൻ സ്ക്വയർ എക്സ്. ഇതൊക്കെ ഇക്വേഷൻ ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ കൊസീക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈക്വൽ ടു കോട്ട് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് മറ്റും നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഒന്നാമത്തെ ഇക്വേഷൻ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. രണ്ടാമത്തെ ഇക്വേഷൻ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ്. മൂന്നാമത്തെ ഇക്വേഷൻ 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കോസീക് സ്ക്വയർ എക്സ്. ഇതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. ഞാൻ പറയുമ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ആ സമയം തന്നെ നിങ്ങൾ ഇതൊക്കെ എഴുതിയെടുക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് വാല്യൂസ്. നിങ്ങൾക്കറിയാം സൈൻ π/6 അല്ലെങ്കിൽ സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ വർഷം ചിലപ്പം പഠിച്ചിട്ടുണ്ടാവും 1/2 ആണെന്ന് പഠിച്ചിട്ടുണ്ടാവും. സൈൻ π/4 അല്ലെങ്കിൽ സൈൻ 45 എന്താണ്? 1/√2 ആണ്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് സൈൻ 0, സൈൻ പൈ, സൈൻ 2π, ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് വാല്യൂസ് ഒക്കെ നമുക്ക് നോക്കണം. എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഞാനൊരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും?
ഇത് എക്സ് ആക്സ് ഇത് വൈ ആക്സ്. ഈ പോയിന്റ് 1 0 അല്ലേ? ഇത് 1 ആണ്. ഈ പോയിന്റ് എന്താണ്? 1. ഇതെന്താണ്? എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ കോർഡിനേറ്റ് 1 ആണ്. ഇതെന്താണ്? ഇതെന്താണ്? -1 0 ആണ്. ഇതെന്താണ്? 0 -1 ആണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഇവിടെ ഒരു യൂണിറ്റ് സർക്കിൾ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? 1 0 ആയിരിക്കും. ഇതെന്തായിരിക്കും? 0 1 ആയിരിക്കും. ഇതെന്തായിരിക്കും? -1 0 ആയിരിക്കും. ഇതെന്തായിരിക്കും? 0 -1 ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ, ഈ പിന്റെ കോർഡിനേറ്റ് A, B ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ഇതെന്താണ്? ഇവിടെ മുതൽ ഇവിടെ വരെ എ ആണ്. ഇതെന്താണ്? ബി ആണ്. ഇത് എന്താണ്? 1 ആണ്. ഇതെങ്ങനെ 1 എന്ന് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഇത് 1 ആകാനുള്ള റീസൺ എന്താണ്? ഇത് യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ് എക്സ് ഈക്വൽ ടു എന്താണ്? കോസ് എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ബി, സോറി അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടനസ് A/1. A/1 എന്ന് പറഞ്ഞാൽ എ ആണ്. ഇനി സൈൻ എക്സ് എന്താണ്? സൈൻ എക്സ് ഈക്വൽ ടു എന്താണ്? സൈൻ എക്സ് ഈക്വൽ ടു ബി ആണ്. ബി സൈൻ എക്സ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ B/1, ഹൈപ്പോട്ടനസ് 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ഡൗട്ട് ചോദിക്കട്ടെ. സൈൻ 0 എന്താണ്? സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 0 ഡിഗ്രി. സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി അല്ലേ? 0 അല്ലേ? സൈൻ 0 0 ആണ്. സൈൻ 0 ഈക്വൽ ടു 0. ഓക്കെ, ദെൻ സൈൻ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബി ആണ്. അപ്പൊ ഇവിടെ ബി എന്താണ്? സൈൻ പൈ 0 ആണ്. ഇനി ഇത് 0, ഇത് π/2 ആണ്. ഇതെന്താണ്? ഇങ്ങനെ ആംഗിൾ, ഇത് 0 ഡിഗ്രി, ഇത് π/2, ഇത് 2 പൈ ആണ്. ഇതെന്താണ്? 3π/2. വീണ്ടും എന്ത് വന്ന്? 2π. ഓക്കെ, ഇങ്ങനെ പിന്നെ 5π/2, ദെൻ നെക്സ്റ്റ് എന്താണ്? 3π. ഇങ്ങനെയാണ് ഉണ്ടാവുക, 3π. ഇനി അടുത്തത് 7π/2. ഇങ്ങനെയാണ് ആംഗിൾ ഉണ്ടാവുക. 0 π/2 π, 3π/2 2π, നെക്സ്റ്റ് 5π/2, നെക്സ്റ്റ് 3π, നെക്സ്റ്റ് 7π/2. ഇങ്ങനെയാണ് ആംഗിൾ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ സൈൻ 0 എന്ന് പറഞ്ഞാൽ ബി ആണ്. ബി എന്ന് കിട്ടുന്നത് 0 ആണ്. ദെൻ സൈൻ പൈ എന്താണ്? 0 ആണ്. സൈൻ 2π എന്താണ്? സൈൻ 2π എന്താണ്? 0 ആണ്. സൈൻ 3π എന്താണ്? 0 ആണ്. ഓക്കെ, അതായത് ജനറൽ ആയിട്ട് നമുക്ക് പറയാം സൈൻ nπ ഈക്വൽ ടു എന്താണ്? 0 ആണ്. സൈൻ nπ എന്താണ്? 0. n ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ 1π 2π 3π സെഡ് ആണ്. അതേപോലെ -1π ഇതൊക്കെ എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. കോസ് 0 എന്താണ്? 1 ആണ്. കോസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് പൈ 1 എ ആണ്. കോസ് എക്സ് ഈക്വൽ ടു എ ആണ്. ഇനി കോസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. ഇനി കോസ് 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 2π, വീണ്ടും 2π ഇവിടെ വന്ന് കോസ് 2π എന്താണ്? 1 ആണ്. കോസ് 3π എന്താണ്? കോസ് 3π എന്താണ്? -1. അങ്ങനെയാണ് കോസ് 8π എന്താണ്? കോസ് 8π എന്തായിരിക്കും? 1 ആണ്. കോസ് 11π എന്താണ്? -1 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇപ്പം പഠിച്ച പുതിയ ഡാറ്റ എന്തൊക്കെയായിരുന്നു? സൈൻ 0 0 ആണ്. സൈൻ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. സൈൻ 2π അതായത് 360 ഡിഗ്രി 2π എന്താണ്? 0 ആണ്. സൈൻ 3π എന്താണ്? 0 ആണ്. സൈൻ 4π എന്താണ്? 0 ആണ്. സൈൻ 10π എന്താണ്? 0 ആണ്. അതായത് സൈൻ nπ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. കോസ് 0 എന്താണ്? 1. കോസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -1. കോസ് 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. കോസ് 3π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. കോസ് 4π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഓക്കെ, അതായത് കോസ് പൈ -1, കോസ് 2π 1, കോസ് 0 1, കോസ് 0 1, കോസ് പൈ -1, കോസ് 2π 1, കോസ് 3π -1, ഇങ്ങനെ പോകും. ഓക്കെ, കോസ് 0 എന്താണ്? 1 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് സൈൻ π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ π/2. സൈൻ π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സൈൻ π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇത് അവിടെ ഉണ്ട് 1.
ബി ആണ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ബി ആണ്. എന്താണ്? 1 ആണ്. ഇനി സൈൻ 3π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ആണ്. സൈൻ 3π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -1 ആണ്. ഇനി അടുത്തത് സൈൻ 7π/2 എന്താണ്? സൈൻ 7π/2 എന്താണ്? 1 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് കോസ് π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. കോസ് π/2 0 ആണ്. ഇനി കോസ് 3π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റ് സർക്കിൾ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് ആണ്. അതായത് ഞാൻ ഒന്നും കൂടി ലാസ്റ്റ് നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നു. സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, സൈൻ പൈ 0, സൈൻ 2π 0, സൈൻ 3π 0, സൈൻ 4π 0, സൈൻ nπ 0. ഇനി കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. കോസ് പൈ -1, കോസ് 2π 1, കോസ് 3π -1 ഇങ്ങനെയാണുള്ളത്. ഇനി അടുത്തത് സൈൻ π/2 എന്താണ്? 1 ആണ്. സൈൻ 3π/2 എന്താണ്? -1 ആണ്. സൈൻ 5π/2 എന്താണ്? 1 ആണ്. ഇനി കോസ് π/2 എന്താണ്? കോസ് π/2 0 ആണ്. കോസ് 3π/2 എന്താണ്? 0 ആണ്. അതായത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2, 1π/2, 3π/2, 5π/2 ഇതൊക്കെ എന്താണ്? കോസ് ഓഫ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2. ഓഡ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 2n+1 എന്ന് പറയാം. കോസ് ഓഫ് 2n+1 × π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? സൈൻ π/6 ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ ഇത് യൂണിറ്റ് സർക്കിൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾ എഴുതി എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു എന്ത് ചെയ്യുന്നു, റേഷ്യോ വെച്ചിട്ട് ചെയ്യാം. ഇത് 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ABC ആയിക്കോട്ടെ. നമുക്കറിയാം 45 ഡിഗ്രി ആണെങ്കിൽ x 1:1:√2 ആണ്. അപ്പൊ നമുക്ക് 1:1:√2 എന്നാണ്. അങ്ങനെയാണ് സൈൻ 45 എന്നാണ്. സൈൻ 45 അല്ലെങ്കിൽ സൈൻ π/4 എന്താണ്? 1/√2 ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഇനി കോസ് 45 എന്നാണ്? കോസ് 45 അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടനസ്. ഇനി ടാൻ 45 എന്നാണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്, അതായത് 1 ആണ്. ടാൻ 45 എന്താണ്? 1 ആണ്. ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങൾ പഠിച്ച കാര്യമല്ലേ? ഇനി 30 ഡിഗ്രി, 60 ഡിഗ്രി, ഇത് 30, ഇത് 60, ഇത് 90 ആണെങ്കിൽ നമുക്ക് നോക്കാം. സൈൻ ഇതെന്തായിരിക്കും? x 1:√3:2 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 30 ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയും. സൈൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. കോസ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കുക, സൈൻ 30 ഓപ്പോസിറ്റ് 1 ബൈ അഡ്ജസെന്റ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് 1. ഇനി കോസ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? √3/2 ആണ്. ഇനി ടാൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 ആണ്. അതേപോലെ 1/√3 ആണ്. ഇനി അതേപോലെ സൈൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് √3/2 ആണ്. ഇനി കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/2 ആണ്. ഇനി ടാൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാൻ 60 എന്താണ്? ടാൻ 60 √3/1 √3 ആണ്. ടാൻ 60 √3. അതായത് നമ്മൾ ഒരുപാട് വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാല്യൂസിനെ ഒക്കെ നമ്മൾ ഒരു ഡയഗ്രത്തിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 അല്ലേ? സൈൻ പൈ എന്താണ്? 0. സൈൻ 2π എന്താണ്? 0. സൈൻ 3π എന്താണ്? 0. ഓക്കെ, സൈൻ π/6 എന്താണ്? 1/2 അല്ലേ? ഞാനിവിടെ ബോർഡിന്റെ മുകളിൽ തൊട്ട് മുന്നേ എല്ലാം എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ വാല്യൂസ് ഞാൻ ഒരു പട്ടികയിൽ എഴുതി തരുന്നുണ്ട്. ഒരു കോളംസ് റോ ഒക്കെ വരച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. സൈൻ, കോസ്,
ടാൻ. ഓക്കെ, സൈൻ കോസ് ടാൻ. ഇനി നമുക്കിത് വേണ്ടത് 0 π/6 π/4 π/3 π/2 π. ഓക്കെ, 0 π/6 π/4 π/3 π/2 π. ഈ വാല്യൂസ് നിങ്ങൾക്ക് ഏത് സമയത്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കിത് ബൈ ഹാർട്ട് ആയിരിക്കണം. ആ തരത്തിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ കുറേ സമയമായി പറയുന്നു സൈൻ 0 എന്താണ്? 0 ആണ്. സൈൻ 0 ഈക്വൽ ടു 0. സൈൻ പൈയും എന്താണ്? 0 ആണ്. സൈൻ 2π എന്താണ്? 0 ആണ്. ഇനി സൈൻ π/6 π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രി. സൈൻ π/6 ഈക്വൽ ടു എന്താണ്? 1/2 ആണ്. സൈൻ π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 45 ഡിഗ്രി ആണ്. അതായത് സൈൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/√2 ആണ്. ഇനി അടുത്തത് π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രി. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2. ദെൻ സൈൻ π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സൈൻ π/2 1, സൈൻ 3π/2 -1, സൈൻ 5π/2 1. ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ഇനി സൈൻ പൈ എന്താണ്? സൈൻ പൈ 0. ഓക്കെ അല്ലേ? ഇനി കോസ് 0 എന്താണ്? കോസ് 0 1 ആണ്. കോസ് പൈ -1 ആണ്. കോസ് 2π 1 ആണ്. കോസ് 3π -1 ആണ്. ഇത് ഞാൻ യൂണിറ്റ് സർക്കിൾ വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് ഇനി നിങ്ങൾ വേണമെങ്കിൽ ഇത് നേരെ തിരിച്ച് ചെയ്തോ 1. ഇനി കോസ് π/6 എന്താണ്? √3/2 ആണ്. ഇനി അടുത്തത് 1/√2 തന്നെ. ഇത് ഇങ്ങോട്ട് എഴുതിയാൽ മതി. 1/2 ആണ്. ഇതൊക്കെ നമ്മളെ റേഷ്യോ യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് തന്നിട്ടുണ്ട്. ഇനി കോസ് π/2 എന്താണ്? കോസ് π/2 0 ആണ്. കോസ് പൈ എന്താണ്? -1 ആണ്. ഓക്കെ, ഇത്രയും വാല്യൂ എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് ടാൻ. ടാൻ 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 എന്ന് പറഞ്ഞാൽ സൈഡിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടാൻ എക്സ് ഈക്വൽ ടു എന്താണ്? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് 0/1 എന്താണ്? 0/1 0 ആണ്. 1/2/√3/2 ഈക്വൽ ടു എന്താണ്? 1/√3 ആണ്. 1/√2/1/√2 എന്താണ്? 1 ആണ്. √3/2 ഡിവൈഡഡ് ബൈ 1/2 എന്താണ്? √3 ആണ്. 1/0 എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ടാൻ π/2 എന്തല്ല? ഡിഫൈൻഡ് അല്ല. ഓക്കെ, അതായത് ടാൻ π/2 നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി ടാൻ പൈ എന്താണ്? 0/-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. 0/-1 ഈക്വൽ ടു 0. ഓക്കെ, എന്തായാലും നിങ്ങൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ ഈ പട്ടിക എന്തായാലും നിങ്ങൾ ബൈ ഹാർട്ട് ആയിരിക്കണം. അപ്പം ഞാൻ അടുത്ത ക്ലാസ്സിൽ ആദ്യം ചോദിക്കും നിങ്ങളോട് സൈൻ π/6 എന്താണ്? ടാൻ π/3 എന്താണ്? ഈ രീതിയിലായിരിക്കും ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അതിനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കൊസീക് എക്സ്, സീക് എക്സ് ആൻഡ് കോട്ട് എക്സ്. കൊസീക് എക്സ് ഈക്വൽ ടു 1/sin എക്സ് ആണ്. സീക് എക്സ് ഈക്വൽ ടു എന്താണ്? 1/cos എക്സ് ആണ്. കോട്ട് എക്സ് ഈക്വൽ ടു എന്താണ്? 1/tan എക്സ് ആണ്. അവിടെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1, 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ്, 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എക്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി അതിൻ്റെ കുറേ വാല്യൂസും കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സൈൻ 0 0 ആണ്. സൈൻ പൈ 0 ആണ്. സൈൻ 2π 0 ആണ്. ഇനി സൈൻ π/2 എന്താണ്? 1 ആണ്. സൈൻ 3π/2 -1 ആണ്. ഇനി കോസ് π/2 0 ആണ്. കോസ് 3π/2 0 ആണ്. അതായത് കോസ് ഇൻറ്റു ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എന്താണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. ഇനി ബാക്കിയുള്ള വാല്യൂസ് കൂടി ഞാനൊരു പട്ടിക ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ട്രിഗ്നോമെട്രിയുടെ മെയിൻ പാർട്ടിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ എടുക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തട്ടെ. താങ്ക്